ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ തമ്പനയിൽ കണ്ടിട്ട് എല്ലാവരും ഇത് എന്താണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ. പാൽപാലി ചിക്കൌനി എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇതൊരു നേപ്പാളി ഡിഷാണ്. നേപ്പാളി ഡിഷ് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ട് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉരുളക്കിഴങ്ങിന്റെ ഒരു അച്ചാർ, അവരതിനെ അച്ചാർ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മോരുകറി സ്റ്റൈലിലുള്ള ഒരു സംഭവമാണ്. സൂപ്പർ ആയിരിക്കും, നല്ല ടേസ്റ്റ് ആണ് ചോറിന്റെ കൂടെ. അപ്പോൾ ഈ നേപ്പാളി ക്വിസീനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ചിക്കൌനി കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കാച്ചിയ മോരിന്റെ ടേസ്റ്റ് വരുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. വരൂ നമുക്ക് കാണാം പാൽപാലി ചിക്കൌനി. അപ്പോൾ വരൂ നമുക്കുണ്ടാക്കാം ദ വെരി ഫേമസ് നേപ്പാളി ഡിഷ് പാൽപാലി ചിക്കൌനി. പാൽപാലി ചിക്കൌനി എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളുടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താ പറയുക, നമ്മൾ വേറൊരു വിഭവം ട്രൈ ചെയ്യാൻ നമ്മൾ എഫേർട്ട് എടുക്കില്ല എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു ഫ്ലേവറുമാണ്. വേണ്ടത് കുക്കുംബർ, പച്ചമുളക്, സവോള, വേവിച്ച ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം തന്നെ മുറിച്ചങ്ങോട്ട് വെക്കുക. നോ കുക്കിംഗ് ആണ്, ബിക്കോസ് ഇതൊരു അച്ചാർ അല്ലെങ്കിൽ ഒരു സാലഡ് സ്റ്റൈലാണ്. അപ്പോൾ ആദ്യം തന്നെ പച്ചമുളകും കുക്കുംബറും ഒരു പാത്രത്തിലിട്ട് കൊടുക്കുക. അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുക. സവോള ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ കൈകൊണ്ട് അതൊന്ന് നന്നായിട്ട് ഞെരടുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തീരെ ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ, ഒരു കൂട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്തോളൂ. ഇനി നമുക്ക് വേവിച്ച് മുറിച്ച് വെച്ചിട്ടുള്ള 2 ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കപ്പ് തൈര് നല്ലപോലെ അടിച്ചു വെച്ചതാണ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒരുപാട് മസാലകളൊന്നും ഇതിൽ ഇടാറില്ല അവർ, പക്ഷേ എന്താ പറയുക, ആ ഒരു ഫ്ലേവറിനാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ വേണ്ട ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഒരു സ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ഇട്ടിട്ട് അവിടെ വയ്ക്കുക, ഇളക്കണ്ടാട്ടുള്ളൂ. ഇനി നമുക്കിതിൽ യൂസ് ചെയ്യുന്നത് കടുകെണ്ണയാണ്, പക്ഷേ നിങ്ങൾക്ക് നോർമൽ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ജീരകം, ഉലുവ, അതേമാതിരി തന്നെ വെളുത്തുള്ളിയുടെ പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയും ഇവിടെ യൂസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് വെളുത്തുള്ളിയേ വേണ്ടാന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുകയും വേണ്ട. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ തിളച്ച എണ്ണ, ഓക്കെ, കടുകെണ്ണയ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ, പക്ഷേ അല്ലാത്ത പക്ഷവും നോ പ്രോബ്ലം. ആ തിളച്ച എണ്ണ ഈ എന്താ പറയുക ഇട്ട് വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാൽപാലി ചിക്കൌനി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലേവറോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കുകയാണ് ലൈക്ക് നമുക്ക് ഇഷ്ടാവോ, ഇത് എന്തായിരിക്കും, എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ. നോ, വണ്ടർഫുൾ ടേസ്റ്റ് ആയിരിക്കും. ഒരു കറക്റ്റായിട്ട് ഒരു മോരുകറി ഒക്കെ രീതിയിൽ ഉള്ളത് പോലെ ആയിരിക്കും. ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഉടനെ തന്നെ ഓരോരുത്തരും വന്നിട്ട് ടേസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ വീട്ടിൽ, ബിക്കോസ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചോറ് വിളമ്പാൻ പോവുകയാണ്. എനിക്ക് ഇപ്പോൾ കയ്യിലൊക്കെ മാറി സ്പൂണായിട്ടുണ്ട് മക്കളെ. അപ്പോൾ 1.5 സ്പൂണോളമാണ് ഇപ്പോൾ ചോറുണ്ണുന്നത്. വളരെയധികം കൺട്രോൾഡ് ഡയറ്റായോ വിനി എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ ചോറിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1.5 സ്പൂണോളം ഞാൻ ചോറെടുത്തിട്ടുണ്ട്. സൈഡിലുള്ള കാര്യങ്ങളൊക്കെ നിറയെ എടുത്തിട്ടുണ്ട്. ഇതപ്പോൾ ചിക്കൌനി വിളമ്പുകയാണ്. അല്ലെങ്കിലേ ഇതൊരു ബൗളിലെടുത്തിട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയാവുന്നതേ ഉള്ളൂ. പേരിന് മാത്രമാണ് ഞാൻ ചോറെടുത്തിരിക്കുന്നത്. സൈഡുകളൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ എടുക്കുന്നത്. കൂട്ടാനൊക്കെ നിറയെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉപ്പേരിയും നിറയെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ വരൂ നമുക്ക് കഴിക്കാം, ചോറുണ്ണാം. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിക്കാം. ഫൈനലി എന്താ പറയുക, കൂട്ടാൻ ചോറിൻ്റെ ക്വാണ്ടിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ചോറ് എന്താ പറയുക കൂട്ടാൻ്റെ ക്വാണ്ടിറ്റിയിൽ എത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കാര്യത്തിൽ പിന്നെ കൂട്ടാൻ ഒരുപാട് എടുക്കുന്നത് കൊണ്ട് ചോറ് അത്ര കഴിക്കുമെന്നല്ല. ഇപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. എന്ന് വെച്ചാൽ ചോറ് കാണാറില്ല, എല്ലാവരുടെയും കൂട്ടാൻ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ നമ്മുടെ കുറച്ച് പപ്പടം, കൊണ്ടാട്ടങ്ങൾ, എല്ലാ ഉപ്പേരികളും ആൻഡ് ദ വെരി ഫേമസ് നേപ്പാളി ഡിഷ്. Bang on. Super.
ഇന്നലെ വെച്ച ഉരുളക്കിഴങ്ങ് ഉപ്പേരി, ഇന്ന് ഞാൻ കുറച്ച് മഷ്റൂം വെച്ചു. എന്തായാലും നിങ്ങൾ ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. നമ്മുടെ മോര് കാച്ചി ഒരു ടേസ്റ്റ് വരും. ഒരു സൺഡേ ഇങ്ങനെ അങ്ങോട്ട് കാര്യങ്ങൾ നോക്കാൻ വിചാരിച്ചു. ഒരുപാട് പണിയുണ്ട്. അതൊക്കെ ചെയ്ത് ഇതൊന്നും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ല, പഴയതൊക്കെ ഉണ്ട് തീർക്കാൻ. പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും തിരിച്ചു വരുന്നു. മിക്കവാറും നാളെ മുതൽ സ്കൂൾ തുടങ്ങും എന്നാണ് തോന്നണം. ഓക്കെ, ഇനിയിപ്പോൾ ബാക്കി ചോറൊന്നും ഇല്ല, അത്രയേ ഉള്ളൂ. ഇനി ഇതൊക്കെ കൂടി കഴിച്ചു കഴിയുമ്പോഴേക്കും വയറ് നിറയും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. Vinny's Kitchen.